തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സപ്ലിമെൻറ്റുകളിൽ ഒന്നാണ് ഈ പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റ്സ്. പ്രീ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ വർക്കൗട്ടിന് മുമ്പ് നമ്മൾ ഇപ്പോൾ പ്രീ വർക്കൗട്ട് മീല് കഴിക്കും. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മികച്ച ഊർജ്ജവും പെർഫോമൻസൊക്കെ കിട്ടാൻ വേണ്ടിയാണ് പ്രീ വർക്കൗട്ട് മീൽസ് കഴിക്കുന്നത്. അപ്പോൾ അതിന് പകരം വർക്കൗട്ട് ചെയ്യുമ്പോൾ മാക്സിമം പെർഫോമൻസും എനർജിയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഈ പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റ്സ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത് എത്തുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അത് നല്ലതാണോ? അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് ഹെൽത്തി ആണോ? അതേ പ്രീ വർക്കൗട്ടിനേക്കാളും നമ്മുടെ നാച്ചുറൽ ഫുഡാണോ കുറച്ചുകൂടെ പവർഫുൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അതായത് ഹോമോസാപ്പിയൻസ് ഉണ്ടായിട്ട് 2.5 മുതൽ 3 ലക്ഷം വർഷമായി. അപ്പോൾ അത്രയും വർഷം എടുത്താലും ഈ പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റിലൊക്കെ ഈ കഫീൻ ഉണ്ടല്ലോ, കഫീൻ എത്രയാണ്, ഒരു 400 mg കഫീനൊക്കെ ആയിരിക്കും ഒറ്റ അടിക്ക് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് നമ്മുടെ ശരീരത്തിന് പരിചയമില്ല, അങ്ങനെ ഒന്ന് അൺനാച്ചുറലാണ്. അതായത് 400 mg കഫീന്, അതിൻ്റെ കൂടെ പഞ്ചസാര, ബീറ്റ അലാനിൻ, അപ്പോൾ അതുപോലുള്ള ഒരുപാട് സംയുക്തങ്ങൾ ഒറ്റയടിക്ക് കൊടുക്കുക, അതും ആർട്ടിഫിഷ്യൽ ഷുഗർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് മുമ്പ് ഇങ്ങനെ ഒന്ന് കിട്ടുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യക്തമായിട്ട് ആ ഒരു എനർജി സ്പൈക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് അവർ ഈ സംയുക്തങ്ങളൊക്കെ പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നാച്ചുറൽ ഫുഡിനേക്കാളും പവർഫുള്ളാണ് പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റ്സ്. അതേസമയം നമ്മുടെ പൂർവികർ ഒരു 3 ലക്ഷം വർഷമായിട്ട് ഹോമോസാപ്പിയൻസ്, നമ്മുടെ പൂർവികർ കഴിച്ചു വരുന്ന എന്താണ്, ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള കിഴങ്ങുകൾ, പിന്നുള്ള പഴങ്ങൾ, പിന്നെ തേൻ എപ്പോഴും കിട്ടത്തില്ല, കിട്ടുന്ന സമയത്ത് കൂടുതൽ പഴങ്ങളും കിഴങ്ങുകളുമാണ്. പഴങ്ങളും കിഴങ്ങുകളും കഴിക്കുമ്പോൾ അതിലുള്ള ഊർജ്ജം ഗ്ലൈക്കജനായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഗ്ലൈക്കജൻ പെട്ടെന്ന് എടുക്കാൻ പറ്റും. നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഗ്ലൈക്കജൻ എടുക്കാം, അതിനെ ഊർജ്ജമാക്കി മാറ്റാം. പിന്നെ എത്ര പെട്ടെന്നാണ് നമുക്ക് എനർജി കിട്ടുന്നത്, അല്ലെങ്കിൽ രക്തത്തിലോട്ട് ഷുഗർ റിലീസ് ആവുന്നത് ഗ്ലൈസമിക് ഇൻഡെക്സ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസോ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഡോക്ടർമാർ പറയാറുണ്ട് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫുഡ് കഴിക്കണമെന്നൊക്കെ പറയും. കാരണം ഈ ഗ്ലൈസമിക് ഇൻഡെക്സ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചോറിനെ അരിയെ എടുക്കാം, ഈ ചപ്പാത്തിയെയും ചോറിനെ എടുക്കാം. പല ആളുകളും ചോറ് മാറ്റി ചപ്പാത്തി ആക്കുന്നുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അവിടെ ഗ്ലൈസമിക് ഇൻഡെക്സിൻ്റെ വ്യത്യാസമുണ്ട്. വെള്ള അരിയാണെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ്, അതായത് കഴിച്ച ഉടനെ പെട്ടെന്ന് ഷുഗർ റിലീസ് ചെയ്യും. അതേസമയം തവിട്ടരിയോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ വെള്ള അരിയെ അപേക്ഷിച്ച് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായിരിക്കും. ഈ പഞ്ചസാര, ഈ ഷുഗർ ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുന്നത് കുറച്ചുകൂടെ താമസിച്ചായിരിക്കും, മറ്റേത് ഉടനടി ചെയ്യും. അത്രയുള്ള വ്യത്യാസം, അല്ലാതെ ഈ ചോറും ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പിന്നെ ന്യൂട്രിയൻസിൻ്റെ ചെറിയ ഡിഫറൻസ്, അല്ലാതെ ഈ ചോറ് മാറ്റി ചപ്പാത്തിയാക്കി എന്ന് പറഞ്ഞ വലിയ സംഭവമൊന്നുമില്ല. അങ്ങനെ പല ആളുകളും ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കലറിയിലാണ് കാര്യം. അപ്പോൾ ഇതാണ് തിരിച്ചറിയേണ്ടത്. ഈ പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റിലുള്ള വലിയ അളവിലുള്ള കഫീനും മറ്റ് സംയുക്തങ്ങളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡ് ഉണ്ടല്ലോ, അഡ്രിനാലിൻ റഷ്, അതുപോലെ തന്നെയാണ് കോർട്ടിസോള്, സ്ട്രെസ് ഉയരും നമുക്ക് എന്തെങ്കിലും. അതായത് കോർട്ടിസോളും അഡ്രിനാലിൻ റഷ് ഉണ്ടാകുമ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡൊക്കെ വരുമല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രീ വർക്കൗട്ട് എടുക്കുമ്പോൾ നമ്മൾ അൺനാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തെ ആ മോഡിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രീ വർക്കൗട്ട് സപ്ലിമെൻ്റ് അടങ്ങിയ സംയുക്തങ്ങൾ കോർട്ടിസോളും അഡ്രിനാലിനൊക്കെ ഉയരാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കൃത്രിമമായിട്ട് ഉയർത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈലിലെ പോലെ തന്നെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെപ്രാളം ഉണ്ടല്ലോ, ജീവൻ മരണ വെപ്രാളം, അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇതെടുക്കുന്നതിലൂടെ വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വരുത്തിയിട്ടാണ് ആ ഒരു വർക്കൗട്ട് പെർഫോമൻസ്. ഇപ്പം നിങ്ങൾ രാവിലെ ഓടാൻ പോയി, അയ്യോ വയ്യ എന്ന് പറഞ്ഞ് ഓടുന്നു, പെട്ടെന്നൊരു പട്ടി കടിക്കാൻ ഓട്ടിച്ചാൽ നിങ്ങൾ വയ്യ എന്ന് പറഞ്ഞ് ഓടുന്ന നിങ്ങൾ പെട്ടെന്ന് ഓടൂലേ, ആ പെട്ടെന്ന് ഓടാനുള്ള എനർജി എവിടെ നിന്നാണ് വരുന്നത്? പട്ടി വന്നപ്പോൾ പെട്ടെന്ന് കോർട്ടിസോൾ അഡ്രിനാലിൻ റഷ് നടന്നു, അപ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് വന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ആ ഒരു എനർജി കിട്ടി. യഥാർത്ഥത്തിൽ നിങ്ങൾ തളർന്ന് നിങ്ങൾക്ക് ഓടാൻ വയ്യ, പക്ഷെ ഒരു പട്ടി വന്നപ്പോൾ എവിടെ നിന്നെന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ഭയങ്കര എനർജി കിട്ടി നിങ്ങൾ ഓടുന്നു. അതേ സിറ്റുവേഷൻ ഇവിടെ ഈ പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റിലൂടെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതൊക്കെ ഈ അഡ്രിനാലിനൊക്കെ പോലുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന ഗ്രന്ഥികളെ ക്ഷീണിപ്പിക്കും. അതായത് ഈ ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈലിൽ എന്നും കൃത്യമായിട്ട് എല്ലാ ദിവസവും ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ആക്റ്റീവ് ഒന്നും ആവത്തില്ല, ഇങ്ങനെ കൃത്യമായിട്ട് ടൈം ടേബിൾ വെച്ച് ആവത്തില്ല. അപ്പോൾ ഈ ഗ്രന്ഥിയെ കൊണ്ട് ഓവറായിട്ട് ഈ അഡ്രിനാലിൻ റഷൊക്കെ കൃത്രിമമായിട്ട് പ്രീ വർക്കൗട്ട് സപ്ലിമെൻ്റ് എടുപ്പിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ ഈ ഗ്രന്ഥി ക്ഷീണിച്ച് വെച്ച് ഈ പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റിലോട്ട് അഡിക്റ്റ് പോകും. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആകുന്ന സപ്ലിമെൻറ്റ്സിൽ ഒന്നിലാണ് പ്രീ വർക്കൗട്ട്. കാരണം പ്രീ വർക്കൗട്ട് ലോങ് ആയിട്ട് എടുക്കുന്ന ആരടുത്ത് ചോദിച്ചാലും അറിയാം, ഇവരിത് എടുത്തു തുടങ്ങി ഇതിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പല ആളുകളും പറയാൻ കേട്ടിട്ടുണ്ട്, പിന്നെ ഈ പ്രീ വർക്കൗട്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനർജി കിട്ടുന്നില്ല എന്ന്. അതായത് ഈ പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റ്സ് എടുത്താലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എനർജി കിട്ടുള്ളൂ. അത് നിർത്തിയാൽ കിട്ടത്തില്ല. അതിലുള്ള പ്രധാന കാരണമാണ് ഇത്. അനാവശ്യമായിട്ട് ഈ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡായിട്ടുള്ള അഡ്രിനാലിൻ റഷ് കോർട്ടിസോളൊക്കെ കൂട്ടി കാട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പട്ടി നിങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോഴും പട്ടി കടിക്കാൻ വന്നാൽ പെട്ടെന്ന് ഓടാനുള്ള എനർജി, അപ്പോൾ അത് ആർട്ടിഫിഷ്യലായിട്ട് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാ ദിവസവും ഇങ്ങനെ സൃഷ്ടിക്കുമ്പോൾ ഗ്രന്ഥികൾ തളരുമ്പോൾ എന്ത് പറ്റും? ഭയങ്കരമായിട്ട് ക്ഷീണിക്കുക. അവസാനം ഇതില്ലാതെ പറ്റൂല എന്നുള്ള അവസ്ഥ വരും. ഇതാണ് പ്രീ വർക്കൗട്ടിൻ്റെ ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ പല പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റ്സിലും അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങൾ, കൃത്രിമമായിട്ടുള്ള മധുരവും ബാക്കിയുള്ള പല സംയുക്തങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ വയറിലുള്ള ബാക്ടീരിയകളെയൊക്കെ അത് ദോഷമായിട്ട് ബാധിക്കും. ഇങ്ങനെ ലോങ് ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ അറിയാം, നമ്മുടെ വയറിനുള്ള ബാക്ടീരിയകളെയൊക്കെ അത് ബാധിച്ചാൽ ടോട്ടലി നമ്മുടെ ഹെൽത്തിനെ തന്നെ അത് ബാധിക്കും, നമ്മുടെ ഇമ്മ്യൂണിറ്റി, ആരോഗ്യത്തെയൊക്കെ ബാധിക്കും. പിന്നെ ഒരു കാര്യം, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഈ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടും. കാരണം പ്രീ വർക്കൗട്ടൊക്കെ ഞാൻ പറഞ്ഞാൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയൊരു ലെവൽ പോലെയാണ്. നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നായിരിക്കും എനർജി സ്പൈക്ക് ഉണ്ടാകുന്നത്. ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ്. പെട്ടെന്ന് തന്നെ പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റിൽ അടങ്ങിയ സംയുക്തങ്ങൾ നമ്മുടെ ശരീരത്തോടെ എത്തുക, അതിലടങ്ങിയ ഗ്ലൂക്കോസൊക്കെ പെട്ടെന്ന് ബ്ലഡ് റിലീസായി സ്പൈക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ലോങ് ടൈമായിട്ട് യൂസ് ചെയ്താൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതയൊക്കെ കൂടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റിലെ പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റുകളും കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാട് സ്റ്റഡീസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട്. ഈ തലച്ചോറിൻ്റെ ഈ പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റ് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് തലച്ചോറിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ അഡിക്ഷൻ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഗ്രന്ഥികൾ തളരുക, ഫേക്കായിട്ട് ഇങ്ങനെ അഡ്രിനാലിൻ റഷൊക്കെ ഉണ്ടാക്കിയേ. അപ്പം അങ്ങനെ ഒരുപാട് സൈഡ് എഫക്റ്റുകളാണ് ഈ പ്രീ വർക്കൗട്ട് എടുക്കുന്ന നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ 2-3 ദിവസം, എനിക്ക് ഒരാഴ്ച എടുത്താലല്ല, ഇങ്ങനെ നിരന്തരം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അല്ലാതെ ഒരാഴ്ച എടുത്തെന്ന് പറഞ്ഞ് വരുമെന്നല്ല ഞാനീ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ പ്രീ വർക്കൗട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അതെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എനർജി വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കരുത്. കാരണം ഇത് വേ പ്രോട്ടീനെ പോലെ, മീൻ ഗുളിയെ പോലെ അല്ല. ഇത് ഭയങ്കര സൈഡ് എഫക്റ്റ്, ലോങ് ടൈമിൽ നിങ്ങൾക്ക് വലിയ പണി തരുന്നൊരു സപ്ലിമെൻറ്റ് തന്നെയാണ് പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റ്സ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടി. ഈ പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ ഈ സ്പൈക്ക്, ഇത് പെട്ടെന്ന് നമുക്ക് ആ ഒരു എനർജി സ്പൈക്ക് കിട്ടുമ്പോൾ ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടും. അതുപോലെ നമ്മുടെ ലിവറിന് സ്ട്രെസ്സ് കൂടും. ഈ നാച്ചുറലായിട്ടുള്ള ഫുഡിൽ നിന്നാകുമ്പോൾ നല്ല, ഇപ്പോൾ ഹണ്ടർ ഗ്യാദർ യൂസ് ചെയ്ത പഴങ്ങളോ കിഴങ്ങുകളോ, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ, അതുപോലെ കിഴങ്ങുകൾ, പഴങ്ങൾ, തേന്, അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാകുമ്പോൾ അതിലുള്ള ഗ്ലൂക്കോസ് മൊത്തം ഗ്ലൈക്കജനായിട്ട് മസിലിൽ, ലിവറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഗ്ലൈക്കജൻ വർക്കൗട്ട് ടൈമിൽ യൂസ് ചെയ്യുക. അപ്പോൾ അതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രീ വർക്കൗട്ട് വരെ ഫേക്കായിട്ടുള്ള 400 mg കഫീൻ ഒറ്റയടിക്ക് കിട്ടിയ ആ ഫേക്ക് എനർജി ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് ഫേക്ക് എനർജിയാണ്. ആ ഫേക്കായിട്ട് കിട്ടണതിൻ്റെ വില നിങ്ങൾ വളരെ അധികം അനുഭവിക്കും. ഈ പ്രീ വർക്കൗട്ട് എടുക്കുന്നതിൽ മെജോറിറ്റി ആളുകൾ ഇതിലോട്ട് അഡിക്റ്റ് ആയി പോകും. അവസാനം ഇതില്ലാതെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ള അവസ്ഥ പോലും വരും. അതുകൊണ്ട് ഒരിക്കലും പ്രീ വർക്കൗട്ട് എടുക്കാതിരിക്കുക. നാച്ചുറലായിട്ടുള്ള പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കാതിരിക്കുക. തീർച്ചയായിട്ടും നാച്ചുറലായിട്ടുള്ള നമ്മുടെ ആങ്സിസ്റ്റേഴ്സ് എന്താണോ ചെയ്തിരുന്നത്, ഇപ്പോൾ ആങ്സിസ്റ്റേഴ്സ് കഴിച്ചിരുന്നതാണ് മിക്കപ്പോഴും അവർ പട്ടിണിയിലായിരുന്നു. അതായത് പ്രീ വർക്കൗട്ടൊന്നും അവർക്കില്ല. ഇപ്പോൾ വേട്ടയാടുന്ന സമയത്താണ് വ്യായാമം കിട്ടുന്നത്. അവർ എംപ്റ്റി സ്റ്റൊമക്കിലായിരിക്കും. പിന്നെ തേനോ കിഴങ്ങുകളോ പഴങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് ഉള്ള പ്രീ വർക്കൗട്ട് മീൽസ് മാത്രം എടുക്കുക. ഒരിക്കലും പ്രീ വർക്കൗട്ട് സപ്ലിമെൻ്റ് എടുക്കരുത്. അത് വലിയ അപകടമാണ്. ലോങ് ടൈമിൽ അപകടമാണ്. ഷോർട്ട് ടൈമിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് അഡിക്റ്റ് ആയിപ്പോവും. അതാണ്, ഇത് എടുത്ത് കഴിയുമ്പോൾ ഇതില്ലാതെ പറ്റും എന്നുള്ള അവസ്ഥ മെജോറിറ്റി ആളുകൾക്കും വരും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.